എനിക്ക് മിസ് ചെയ്ത് പ്രിയേട്ടനെയാണ്. ശില്പയുടെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ ജോസ്. ശില്പയോട് പോകുന്ന അങ്ങനെ ഒരു ഡോക്യുമെന്റും കൂടി അങ്ങോട്ട് അല്ല, ഞാൻ വന്നത് ഞാൻ നേരത്തെ കണ്ടതാണ്, അത്തരത്തെ ദിവസം തന്നെ കണ്ടു. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വഴി എന്തെങ്കിലും കിട്ടുമെങ്കിലേ അല്ല, അതിൻ്റെ ജീവിതത്തിൽ ഇത്രയും സൂക്ഷ്മമായി നോക്കുന്ന ഒരാൾക്കേ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഒരു ഡെത്തിലേക്ക് പോയിട്ടുണ്ട്. വളരെ ചില സ്ഥലത്ത് മാത്രമേ ഉദ്ദേശിച്ച ആ ഫ്ലോയിനകത്ത് പുറത്തേക്ക് പോയിട്ടുള്ളൂ ചില ആക്ടേഴ്സിൻ്റെ. ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് ഡയലോഗ്സ് ചില സ്ഥലത്ത് റീച്ച് ചെയ്യാവാതെ ഇത് പറയുന്നത് ഈ ഫീൽഡ് കൂടെ തന്നെ പോകുന്ന ഡയലോഗ്സാണ്. പെർഫോമൻസ്, ക്യാമറ, മ്യൂസിക്, ഇതെല്ലാം പറഞ്ഞ ഡയറക്ഷൻ നന്നാണ്. അല്ല, അത് ഡയറക്ഷൻ മാത്രമല്ല, ഡയറക്ഷൻ അല്ല, ഞങ്ങൾ അനുഭവിക്കുന്നതന്നെ സിനിമാറ്റോഗ്രാഫി കൊള്ളാം, അച്ചാറ് കൊള്ളാം. ഈ ഫ്രെയിമിനകത്ത് കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ അതൊരു പുറത്തുണ്ട്. കുറച്ചുകൂടെ വൈഡ് ആംഗിൾ ഇട്ടാൽ കിട്ടുമായിരുന്നു അല്ലേ? ഒരുപാട് ഡയമെൻഷൻസ് നമുക്ക് വളരാൻ പറ്റും. ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ഫീൽ തന്നെയുണ്ട്. പ്ലസ് ഈ ഒരു സ്ത്രീയുടെ പ്ലസ് വേറെയും പല ലേയേഴ്സ് കുറേ കൂട്ടത്തോളം വട്ടം ചുറ്റണ്ട, ഒരു കൂട്ടത്തോളം ഒരു രസം കൂട്ടത്തില്. ബൈ. ഓക്കെ. യാത്ര ഐഫോൺ കിട്ടിയ ഐഫോൺ ഇത്ര ഒബ്സഷൻ ക്യാമറ എല്ലാം ഗ്യാരണ്ടി. സിനിമ വേറെ ഇതിലല്ലേ? രോമനൊന്ന്